ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിലെ 17ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻ ദ ഫിഗർ ബിലോ, ഈ കാണുന്ന ചിത്രങ്ങളിൽ കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദി ഹോൾ സർക്കിൾ ഗ്രീൻ ആൻഡ് യെല്ലോ പാർട്സ്. ഇവിടെ ഗ്രീൻ ആയിട്ട് യെല്ലോ പാർട്ടും ഉണ്ട്. ഇതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ഗ്രീൻ പാർട്ട് അതിൻ്റെ ബാക്കിയും വരും അല്ലേ. ഇവിടെ യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം, യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇതൊരു സർക്കിളാണ് അല്ലേ. സർക്കിളിൻ്റെ 20 ഭാഗം മാത്രമാണ് എന്ത് വരുന്നത്, യെല്ലോ പാർട്ട്. സർക്കിൾ എന്ന് പറഞ്ഞാൽ, വൃത്തം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? വൃത്തം എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 360 ഡിഗ്രി. അപ്പം 360 ഡിഗ്രിയിൽ എത്ര ഭാഗമാണ് യെല്ലോ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ യെല്ലോ ആയിട്ട് തന്നിരിക്കുന്നത് വെറും 20 ഭാഗം. അപ്പം 360 ഇപ്പോൾ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 360 ഒരു വൃത്തം മൊത്തത്തിലെ 20 ഭാഗമാണ്. അപ്പം നമ്മൾ അതിനെ എഴുതുന്നത് 360 20 ഡിഗ്രിയാണ്. ഇനി ഇതിനെ നമ്മൾ ലഘൂകരിക്കണം. ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിക്കൊണ്ടാണ്. അപ്പോൾ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം ഇവിടെ 20ഉം 360ഉമാണ്. അവസാനം രണ്ടിലും പൂജ്യങ്ങൾ വരുന്നത് കൊണ്ട് ഇത് എന്തിൻ്റെ ഗുണിതങ്ങളാണ്? 10ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പം നമുക്കിതിനെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഖ്യയും 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അത് ചെറുതാകും. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 20ൽ എത്ര 10 ഉണ്ട്? 2 എന്നുവെച്ചാൽ ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 0 വെട്ടിയാൽ മതി. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം, 2. 360ൽ എത്ര 10 ഉണ്ട്? ഈ ഒരു 0 വെട്ടിയാൽ മതി. എത്രയാണ്? 36. ഇപ്പോൾ 2/36 എന്ന് കിട്ടി. 2/36 എന്ന് പറയുന്നതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് വീണ്ടും ഹരിക്കാം. വീണ്ടും ഹരിക്കുമ്പോൾ ഇവിടെ 2ൽ എത്ര 2 ഉണ്ട്? ഒരു തവണ. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ പകുതി എഴുതിയാൽ മതി. 2ൻ്റെ പകുതിയാണ് 1. 36നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ 36ൻ്റെ പകുതി എത്രയാണ്? 36ൻ്റെ പകുതി എന്ന് പറയുന്നത് 18 ആണ്. 36ൻ്റെ പകുതി എത്രയാണ്? 18. അപ്പോൾ നമ്മുടെ യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 18ൽ ഒരു ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തെ 18 വിഭജിച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു ഭാഗമാണ് മഞ്ഞ ഭാഗം. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ എത്ര ഭാഗം വരും? ഈ വൃത്തത്തെ എത്രയായിട്ട് ഭാഗിക്കണമെന്നാണ് പറഞ്ഞത്? 18 ഭാഗിക്കണം. ഈ വൃത്തത്തെ മൊത്തം 18 ഭാഗിക്കുമ്പോൾ അതിലെ 1 മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് 18ലെ എത്ര ഭാഗം വരും? 17 ഭാഗം വരും അല്ലേ. 17 ഭാഗം. അപ്പോൾ 18ൽ 17 ഭാഗം ഗ്രീനും ആയിരിക്കും, 18ലെ ഒരു ഭാഗം മഞ്ഞയായിരിക്കും. ഇതിനെ 18 ഭാഗമാക്കിയാൽ അതിലെ 17 ഭാഗവും ഗ്രീൻ ആയിരിക്കും, ഒരു ഭാഗം മഞ്ഞയായിരിക്കും. ഇനി ഇതുപോലെ അടുത്തത് നോക്കിയേ. ഇവിടെ എത്ര ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്? 24 ഡിഗ്രി. നോക്കാം രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ആകെ വൃത്തം 360 അതിൽ 24 ഡിഗ്രിയാണ് മഞ്ഞ ഭാഗം. ഇനി നമ്മൾ എന്താ ഇതിനെ ചെയ്യേണ്ടത്? ഇതിനെ ലഘൂകരിക്കണം അല്ലേ, കട്ട് ചെയ്യണം. അപ്പോൾ 24നെയും 360നെയും നമുക്ക് 2നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? നമുക്ക് ഇതിനെ 2 കൊണ്ട് ഹരിക്കാം. നമുക്ക് എളുപ്പത്തിന് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ നേർ പകുതി എഴുതിയാൽ മതി. 24ൻ്റെ പകുതി എത്രയാണ്? 24ൻ്റെ പകുതി 12ആണ്. 360ൻ്റെ പകുതി എത്രയാണ്? 360ൻ്റെ പകുതി 180ആണ്. ഓക്കെ. ഇനി ഇത് രണ്ടും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് എന്തുകൊണ്ട് മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഹരിക്കണം. ഇവിടെ ഒരു സംഖ്യയും താഴെ വേറെ സംഖ്യയും ആകരുത്. അതുപോലെ ഈ ഹരണം 2 ഇടണം, എഴുതുകയും ചെയ്യണം.
ഇനി നമ്മൾ 12നെ 2 കൊണ്ട് ഹരിക്കുക വെച്ചാൽ 12ന്റെ പകുതി എഴുതിയാൽ മതി. 12ന്റെ പകുതി എത്രയാണ്? 6. 180നെ 2 കൊണ്ട് ഹരിക്കുക. 150നെ 2 കൊണ്ട് ഹരിച്ചാൽ 180ന്റെ പകുതി. 18ന്റെ പകുതി എത്രയാ? 18ന്റെ പകുതി 9. അപ്പം 180നെ വഹിച്ചാൽ 9 0 90. അപ്പം 6/90 കിട്ടി. ഇനിയും ഇതിനെ നമുക്ക് ചെറുതാക്കാം. നമുക്ക് എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രമാത്രം ചെറുതാക്കണം. വീണ്ടും ഇത് ഇരട്ടസംഖ്യയാണ്, 2 കൊണ്ട് നമുക്ക് ഇനിയും ചെറുതാക്കാം. അപ്പം 6ന്റെ പകുതി എത്രയാണ്? 6ന്റെ പകുതി 3. 90ന്റെ പകുതി എത്രയാണ്? 90ന്റെ പകുതി 45. അപ്പം 3/45 കിട്ടി. ഇനിയും ഇതിനെ നമുക്ക് ചെറുതാക്കാം. ഇതിനെ 2 കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ 3 കൊണ്ടാണ് ഇതിനെ ഇനി ഹരിക്കുന്നത്. 2ഉം 3ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. 45ൽ എത്ര 3 ഉണ്ട്? 45ൽ എത്ര 3 ഉള്ളത്? 4ൽ എത്ര 3 ഉണ്ട്? 4ൽ എത്ര തവണ? 1 തവണ പോകും. 1 3 3. ഇത് 4ആണ്. അപ്പോൾ 1 ശിഷ്ടം വന്നല്ലോ. ആ 1 ഇപ്പുറത്തേക്ക് ഇട്ടുകഴിയുമ്പോൾ ഇത് 15 ആവും. 5ന് മുമ്പിലാണ് 1 വരിക. അപ്പോൾ 15. 15ൽ എത്ര തവണ 3 പോകും? 5 തവണ. അപ്പോൾ നമുക്ക് കിട്ടി 1/15. അപ്പോൾ യെല്ലോ പാർട്ട്, മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? യെല്ലോ പാർട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് 15ൽ 1 എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തെ 15 ഭാഗമാക്കുന്നതിലെ ഒരു ഭാഗം മഞ്ഞയാണ്. ഇപ്പോൾ ഗ്രീൻ പാർട്ട് എത്രയാണ് വരിക? ഇതിന് എത്ര ഭാഗം? 15 ആക്കും. അതിലൊന്ന് മഞ്ഞയായി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഭാഗമാണ് ഗ്രീന്? 14 ഭാഗം അല്ലേ? അപ്പോൾ ഗ്രീൻ പാർട്ട് അല്ലെ പച്ചഭാഗം എന്ന് പറയുന്നത് 15ലെ 14 ഭാഗമാണ്. 15ൽ ഒരു ഭാഗം യെല്ലോ ആണെങ്കിൽ 15ലെ 14 ഭാഗവും ഗ്രീനാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 15 കിട്ടും. മുകളിലത്തെ 2 കൂട്ടിയാൽ 14ഉം 1ഉം 15. ഇവിടെ നോക്കിയേ 17ഉം 1ഉം 18. അത് മുകളിലത്തെ 2 കൂടി കൂട്ടിയാൽ അടിയത്തെ കിട്ടും. ഇനി നമുക്ക് അടുത്തത് എത്രയാണ് നോക്കിയേ? 54 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോ പാർട്ട് എടുക്കുന്നു. മൂന്നാമത്തെയാണ്. അപ്പോൾ യെല്ലോ പാർട്ട് എന്ന് വെച്ചാൽ 360 ആണ് ഒരു വൃത്തം. അതിൻ്റെ ടോട്ടൽ എപ്പോഴും നമ്മൾ എന്തെഴുതണം? 360 എന്ന് എഴുതണം. 360ൽ എത്ര ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്? 54 ഡിഗ്രി. അപ്പം 360ൽ 54 ഡിഗ്രി എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്കിതിനെ ചെറുതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തത്. 2 ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് നമ്മൾ ഹരിക്കുക. അപ്പോൾ 54നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 54ന്റെ പകുതി. 54ന്റെ പകുതി എത്രയാ? 5ൽ എത്ര 2 പോകും? 5ൽ എത്ര 2? 2 2 4 അല്ലേ? 2 2 4 ഇത് 5ആണ്. അപ്പോൾ 1 ശിഷ്ടം വന്നു. അപ്പോൾ ആ 1 ഇങ്ങോട്ട് ഇട്ടാൽ അത് 14 ആവും. 14ൽ എത്ര 2 പോകും? 7. അപ്പോൾ 54ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 27. ഇനി 360ന്റെ പകുതി എത്രയാണ്? 360ന്റെ പകുതി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എത്രയാണ് 360ന്റെ പകുതി? 180 ആണ്. ഇനിയും നമുക്ക് ഇതിനെ ചെറുതാക്കാം. 27/180. ഇത് ഒറ്റ സംഖ്യയാണ്, ഇത് ഇരട്ട സംഖ്യ. അപ്പോൾ 2 കൊണ്ട് പറ്റില്ല. നമ്മൾ ഇതിനെ എന്തുകൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റും. 27ൽ എത്ര 3 പോകും? 27ൽ എത്ര 3 പോകും? 9 അല്ലേ? 3 9 27 ഇനി 180നെ 3 കൊണ്ട് ഹരിക്കുക വെച്ചാൽ 18ൽ എത്ര 3 പോകും? 18ൽ എത്ര 3 പോകും? 18ൽ 6. ഓക്കെ, 6. പിന്നെ ഇവിടെ ഒരു 0 ഇല്ലേ? 0ൽ എത്ര തവണ 3 പോകും? 0. അപ്പം നമുക്ക് 9/60 കിട്ടി അല്ലേ? 9/60നെ ഇനിയും ചെറുതാക്കണം. ഇനി ഇത് 9 ആണ്, ഒറ്റ സംഖ്യയാണ്, 2 പറ്റില്ല. നമ്മൾ പിന്നെ 3 കൊണ്ട് ഹരിക്കുന്നു. 9ൽ എത്ര 3 പോകും? 9ൽ 3 9. 60ൽ എത്ര 3 പോകും? 6ൽ എത്ര 3 പോകും? 6ൽ എത്ര 3 പോകും? 2 അല്ലേ? പിന്നെ 0ൽ എത്ര 3 പോകും? 0 അല്ലേ? അപ്പം 3/20 കിട്ടി. അപ്പം നമുക്ക് മഞ്ഞ
മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 3/20. ഇനി ഇതിനെ ചെറുതാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 3-നെ 3 കൊണ്ട് ഹരിക്കാം. പക്ഷേ 20-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 20-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിവിടെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഭാഗം. അപ്പം മഞ്ഞ ഭാഗം 20-ൽ 3 ആണെങ്കിൽ പച്ച ഭാഗം എത്രയായിരിക്കും? പച്ച ഭാഗം 20-ലെ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ 20-ലെ ബാക്കി എല്ലാ ഭാഗവും എന്ത് തന്നെയാണ്? 20-ലെ 3 ഭാഗം മഞ്ഞയാണ്, 20-ലെ ബാക്കി എല്ലാ ഭാഗവും പച്ചയാണ്. ഇപ്പം 20-ൽ 3 ഭാഗം ഒഴിവാക്കുക, അതായത് 20-ൽ നിന്ന് 3 കുറയ്ക്കുക. 20-ൽ നിന്ന് 3 കുറച്ചാൽ പിന്നെ ബാക്കി എത്രയുള്ളത്? 17. അപ്പോൾ പച്ച ഭാഗം എത്ര വരും? 20-ൽ 17 ഭാഗം പച്ചയും 20-ൽ 3 ഭാഗം മഞ്ഞയും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തേൻ്റെ ഡിഗ്രി എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ ഇവിടെ മഞ്ഞ ഭാഗം നോക്കാം. മഞ്ഞ ഭാഗം അതായത് യെല്ലോ പാർട്ട് 360-ൽ എത്രയാണ്? 80 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കാൻ എളുപ്പമാണ്. കാരണം എന്താണ്? അവസാനം രണ്ടിടത്തും 0 ഉണ്ട്. അപ്പോൾ 10 കൊണ്ട് ഹരിക്കാം. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അവസാനത്തെ 0 നമ്മൾ അങ്ങ് വെട്ടിയാൽ മതി. അപ്പം നമുക്ക് 8/36 കിട്ടും അല്ലേ? ഇപ്പം യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 8/36. ഇനിയും ഇതിനെ ചെറുതാക്കണം. 8/36 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. ഓക്കെ, 8-നെ 2 കൊണ്ട് ഹരിച്ചാൽ 8-ൻ്റെ പകുതി. 8-ൻ്റെ പകുതി എത്രയാണ്? 4. 36-നെ 2 കൊണ്ട് ഹരിക്കാൻ വെച്ചാൽ 36-ൻ്റെ പകുതി എത്രയാണ്? 18. ഇനി 4/18-നെ വീണ്ടും നമ്മൾ ചെറുതാക്കും. ഏതുകൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം. അപ്പം നമുക്ക് കിട്ടും 4-ൻ്റെ പകുതി 2 അല്ലേ? 18-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 18-നെ 2 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 9. ഇനി നമുക്ക് 2/9 കിട്ടി. ഇതിനെ ഇനി ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് ഇതിനെ ഹരിക്കാം, പക്ഷേ 2 കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ? 9-നെ ഇല്ല. അപ്പം അതോടുകൂടി അതാണ് അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ്. ഇപ്പോൾ യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 9-ലെ 2 ആണ്. ഈ ചിത്രത്തിൽ ഇതിനെ 9 ഭാഗിച്ചാൽ 2 ഭാഗം മഞ്ഞയായിട്ട് പോകും. ബാക്കി 9-ലെ ബാക്കിയെല്ലാം പച്ചയാണ്. അപ്പോൾ 9-ൽ ഇനി അടുത്തത് ഗ്രീൻ പാർട്ടാണ്. ഗ്രീൻ പാർട്ട് 9-ൽ എത്ര ഭാഗം ഉണ്ടാവും? 9-ലെ 2 ഭാഗം മഞ്ഞയാണെങ്കിൽ, അതായത് 9-ൽ നിന്ന് 2 അങ്ങ് ഒഴിവാക്കുക, 9-ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പം ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഗ്രീൻ. 9-ൽ 7 അല്ലേ? 7/9 ആണ് ഗ്രീൻ പാർട്ട്. അതുപോലെ 2/9 ആണ് യെല്ലോ പാർട്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യത്തിന് എത്രയാണ് തന്നിരിക്കുന്നത്? 108 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ 108 ഡിഗ്രി മഞ്ഞ ഭാഗമാണ് അല്ലേ? അപ്പം മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 360-ൽ 108 ഡിഗ്രിയാണ് അല്ലേ? ഇനി നമ്മുടെ അടുത്ത് ചെറുതാക്കുക എന്നുള്ളതാണ്. 2 കൊണ്ട് ചെയ്യാം. 2 ഇരട്ട സംഖ്യയാണ്ട് 2 കൊണ്ട് ചെയ്യാം. അപ്പം 108-നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 108-ൻ്റെ പകുതിയാണ്. അപ്പം 108-ൻ്റെ പകുതി എന്ന് വെച്ചാൽ 10-ൻ്റെ പകുതി എത്രയാണ്? 10-ൻ്റെ പകുതി 5. അടുത്ത 8 ആണ്. 8-ൻ്റെ പകുതി എത്രയാണ്? 4. അപ്പം 54/360-ൻ്റെ പകുതി നമ്മൾ ഒത്തിരി ചെയ്താണ്. 360-ൻ്റെ പകുതി എത്രയാണ്? 180. ഇനി 54/180 ചെറുതായിട്ടില്ല. ഇനി ഇതിനെ ചെറുതാക്കാം. ഇനിയും ചെറുതാക്കാൻ പറ്റും. 2 ഇരട്ട സംഖ്യയാണ്ട് 2 കൊണ്ട് വീണ്ടും ഹരിക്കുക. 54-ൻ്റെ പകുതി എത്രയാണ്? 5-ൻ്റെ പകുതി എത്രയാണ്? 5-ൻ്റെ പകുതി 5-ൻ്റെ വെച്ചാൽ 5-ൽ എത്ര 2 പോകും? 5-ൽ എത്ര 2 പോകും? 2 2 4 അല്ലേ? 2 2 4. ഇവിടെ 5 ആണ്. അപ്പോൾ 1 ശിഷ്ടം വന്നില്ലേ? അതെടുത്ത് ഇങ്ങോട്ട് ഇടും. അപ്പോൾ 14 ആയി. 14-ൽ എത്ര 2 പോകും? 7. അപ്പം 54-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 27.
ഇനി 180-നെ 2 കൊണ്ട് ഹരിക്കുക. 180-ന്റെ പകുതി എത്രയാണ്? 18-ന്റെ പകുതി എത്രയാണ്? 18-ൽ എത്ര 2 പോകും? 9. 0-ൽ എത്ര 2 പോകും? 0. അപ്പോൾ 27/90 എന്ന് കിട്ടി. ഇനിയും ഇതിനെ നമ്മൾ എന്താക്കണം? ചെറുതാക്കണം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇത് 27 ഒറ്റ സംഖ്യയാണ്. അപ്പം 2 കൊണ്ട് പറ്റില്ല. അപ്പം നമ്മൾ 3 കൊണ്ടാണ് ഇനി അടുത്ത ഹരിക്കുന്നത്. ഓക്കെ, 27-ൽ എത്ര 3 പോകും? 27-ൽ എത്ര 3 പോകും? 27-ൽ 3 9 27 അല്ലേ? 3 9 27. ഇനി 90-നെ 3 കൊണ്ട് ഹരിക്കണം. 9-ൽ എത്ര 3 പോകും? 9-ൽ എത്ര 3 പോകും? 3. 3 9 അല്ലേ? 3 9. 0-ൽ എത്രയോ? 0. നമുക്ക് 9/30 കിട്ടി അല്ലേ? 9/30 കൊണ്ട് തീർന്നോ? ഇല്ല. ഇത് രണ്ടും ഇനിയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ഇതിനെ പരമാവധി നമ്മൾ ചെറുതാക്കാൻ ശ്രമിക്കണം. 9-ൽ എത്ര 3 പോകും? 3 9. 30-ൽ എത്ര 3 പോകും? 3-ൽ എത്ര 3 പോകും? 3-ൽ ഒരു തവണ. 0-ൽ എത്ര തവണ പോകും? 0. അപ്പം 3/10 കിട്ടി. 3/10 വെച്ചാൽ 3-നെ ഇനി 3 കൊണ്ട് ഹരിക്കാം. 10-ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതോടുകൂടി ഇതിൻ്റെ ലോവസ്റ്റ് ഫോമായി. അപ്പം യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് യെല്ലോ പാർട്ട് അല്ലെങ്കിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 10-ൽ 3 ആണ്. അപ്പോൾ ഗ്രീൻ പാർട്ട് അല്ലെങ്കിൽ പച്ച ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? ഓക്കെ. അപ്പോൾ ഇവിടെ 10 തിരിച്ചാൽ അതിലെ 3 ഭാഗം മഞ്ഞയായിരിക്കും, ബാക്കിയുള്ളത് ഈ ഭാഗം യെല്ലോയാണ്. അപ്പം 10-ൽ 3 ഒഴിവാക്കുക. 10-ന് 3 കുറയ്ക്കുക. അപ്പം എത്രയാണ് ബാക്കി? 7. അപ്പം 10-ൽ 7 ഭാഗം പച്ച ഭാഗം. 7/10 പച്ച ഭാഗം അല്ലെങ്കിൽ ഗ്രീൻ പാർട്ട് 7/10 ആണ്. യെല്ലോ പാർട്ട് 3/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ ചോദ്യം കൂടി നോക്കാം. എത്രയാണ് തന്നിരിക്കുന്നത്? 150 ഡിഗ്രി അല്ലേ? എത്രയാണ്? 150 ഡിഗ്രിയാണ്. ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് 150 ഡിഗ്രീൻ്റെ നമുക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കണക്കാണ് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360-ൽ 150 ഡിഗ്രി. നമുക്കിതിനെ ഹരിക്കണം. എത്ര കൊണ്ടാണ്? അവസാനം 0 ആയതുകൊണ്ട് 10 കൊണ്ട്. 10 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ 0 കട്ട് ചെയ്യുക. ഇപ്പം എത്ര വരും? 15/36. അപ്പം 15/36 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ഹരിക്കാം അല്ലേ? 3 കൊണ്ട് 2-നെയും നമുക്ക് ഹരിക്കാം. ഒരേ സംഖ്യ കൊണ്ടേ ഹരിക്കാൻ പാടുള്ളൂ. ഓക്കെ. 15-ൽ എത്ര 3 പോകും? 3 5 15. 36-നെ 3 കൊണ്ട് ഹരിക്കുക വെച്ചാൽ 3-ൽ എത്ര 3 പോകും? 1. 6-ൽ എത്ര 3 പോകും? 2. 5/12 കിട്ടിയല്ലോ. ഇപ്പം 5-ന് നമുക്ക് 5 കൊണ്ടല്ലേ ഹരിക്കത്തുള്ളൂ. 12-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം. ഇതോടെ കൂടി ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ യെല്ലോ പാർട്ട് 12-ൽ 5 ആണെങ്കിൽ ഗ്രീൻ പാർട്ട് എത്ര വരും? 12-ലെ 5 ഭാഗം യെല്ലോ ആണെങ്കിൽ ഗ്രീൻ 12-ൽ 5 കുറച്ചാൽ മതി. 12-ൽ 5 കുറച്ചാൽ എത്രയാ? 7 അല്ലേ? 7/12. അപ്പം ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ 7/12. ഇവിടെ യെല്ലോ പാർട്ട് നമുക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? 12-ൽ 5 കുറയ്ക്കുക, അടിയത്തിൽ 5 കുറയ്ക്കുക 7 കിട്ടും. 7/12. ഇത് കണ്ടോ? ഇവിടെ യെല്ലോ പാർട്ട് 3 ആണ്. 3 ആണെങ്കിൽ അടുത്ത പച്ചഭാഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ 10-ന് 3 കുറയ്ക്കുക. 10-ന് 3 കുറച്ചാൽ 7 കിട്ടിയില്ലേ? വളരെ സിമ്പിളാണ്. ഇത് ചുരുക്കി കൊണ്ടുവരിക, ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക്. അതിൽ പരമാവധി 2ഉം 3ഉം വെച്ച് ഹരിച്ച് പോവുക. ഇവിടെ കണ്ടോ? യെല്ലോ പാർട്ട് 2/9 ആണ്. ഗ്രീൻ പാർട്ട് കിട്ടാൻ 9-ന് 2 കുറയ്ക്കുക. 9-ന് 2 കുറച്ചാൽ 7. 7/9 കണ്ടോ? മഞ്ഞ ഭാഗം 20-ൽ 3 ആണ്. 20-ന് 3 കുറയ്ക്കുക 17. 17/20 മനസ്സിലായില്ലേ? അത് യെല്ലോ പാർട്ട് കണ്ടോ? ഇവിടെ കിട്ടി. 15-ൽ 1 ആണ്. അപ്പോൾ 15-ന് 1 കുറയ്ക്കുക 14. 14/15 ഇവിടെയും കണ്ടോ? 18-ൽ 1 ആണ്. 18-ൽ 1 കുറച്ചാൽ 17.
17/18. ഒരേപോലെ ഡിനോമിനേറ്റർ വരണം. ഛേദം എല്ലായിടത്തും എന്ത് വരണം? ഒരുപോലെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.